മല്ലു ടെക് സേവയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു ആധാറിൽ ഏതെങ്കിലും മൊബൈൽ നമ്പർ ലിങ്ക് ആണോ എന്നും ഇനി അഥവാ ലിങ്ക് ആണെങ്കിൽ ഏത് നമ്പറുമായിട്ടാണ് ലിങ്ക് ആയിട്ടുള്ളത് എന്നും ചെക്ക് ചെയ്യുന്നത് എങ്ങനെയെന്നാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത്. അതിനായിട്ട് നിങ്ങളുടെ ക്രോമോ ഗൂഗിൾ ബ്രൗസർ ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ആക്കുക. എന്നിട്ട് അവിടെ ജസ്റ്റ് മൈ ആധാർ എന്ന് സെർച്ച് ചെയ്യുക. മൈ ആധാർ ജസ്റ്റ് അടിക്കുമ്പോൾ തന്നെ വരും. അതിൽ മൈ ആധാർ എന്ന് പറഞ്ഞിട്ട് രണ്ടാമതായിട്ട് കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുക. മൈ ആധാർ എന്ന് തുടങ്ങുന്ന ഇതിൽ താഴോട്ട് സ്ക്രോൾ ചെയ്താൽ ഇവിടെ കാണാം ചെക്ക് ആധാർ വാലിഡിറ്റി എന്നുള്ള ഓപ്ഷൻ. അത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ എൻ്റർ ആധാർ നമ്പർ എന്നുള്ളിടത്ത് ഏത് ആധാറാണോ നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ആ ആധാർ നമ്പർ അടിച്ചു കൊടുക്കുക. ശേഷം ഈ കാണുന്ന ക്യാപ്ചർ താഴെ അടിച്ചു കൊടുക്കുക. എന്നിട്ട് പ്രൊസീഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് ചെക്ക് ചെയ്യുമ്പോൾ മുകളിലൂടെ ആധാർ നമ്പർ കാണിക്കും. ഈ ആധാർ ഏത് ഏജ് ബാൻഡിന് ഇടയിലുള്ള ആൾതാണെന്ന് കാണിക്കും. ജെൻഡർ, സ്റ്റേറ്റ് കാണിക്കും. അതിനുശേഷം ഇവിടെ ആയിട്ട് കാണാം അതിന് ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ. അതിൻ്റെ ലാസ്റ്റത്തെ 3 അക്കം നമുക്ക് കാണാം. അത് കണ്ടാൽ തന്നെ നമുക്കൊരു ഇത് മനസ്സിലാവുമല്ലോ ഏത് നമ്പറാണ് ലിങ്ക് ആയിട്ടുള്ളതെന്ന്. അപ്പോൾ ഈ ആധാറിൻ്റെ മൊബൈൽ നമ്പർ ലിങ്കാണ്. ലാസ്റ്റ് 1A2 എന്നുള്ള മൊബൈലാണ് ഈ ആധാറുമായിട്ട് ലിങ്ക് ആയിട്ടുള്ളത്. ഇനി ഏത് നമ്പറും ലിങ്ക് അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഞെള്ള് എന്നുള്ള ഒരു ഓപ്ഷൻ കാണും. അങ്ങനെയാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ആധാർ എൻറോൾമെൻറ്റ് സെൻറ്ററുകളിൽ പോയിട്ട് ആധാറുമായിട്ട് മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ പല ആവശ്യങ്ങൾക്കും ഇപ്പോൾ ആധാറും മൊബൈൽ നമ്പറും ലിങ്ക് ആവൽ നിർബന്ധമാണ്. കാരണം ആധാർ OTP ബേസ്ഡാണ് ഇപ്പോൾ അധിക ബാങ്ക് ഇടപാടുകളും അതേപോലെ ഓൺലൈൻ അപേക്ഷകളും കാര്യങ്ങളൊക്കെ അധികം ആധാർ OTP ബേസ്ഡാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ മൊബൈൽ നമ്പർ ലിങ്ക് അല്ല എന്നുണ്ടെങ്കിൽ ആധാർ എൻറോൾമെൻറ്റ് സെൻറ്ററുകളിൽ പോയിട്ട് ആധാറും മൊബൈൽ നമ്പറായിട്ട് ലിങ്ക് ചെയ്യുന്നതാണ് പറ്റുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. അപ്പോൾ ഓക്കെ, താങ്ക് യു.